ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും ഇക്കയും കൂടെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് സുറുമിനെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവളെ ICUയിലും കുഞ്ഞിനെ NICUയിലോട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇന്നൊരു രാവിലെ 11 മണിക്ക് അവരെ വെളിയിലാക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ പാറയ്ക്ക് ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഞാനൊക്കെ നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. മാമയും മോസിനും കുറച്ച് വൈകിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവർക്ക് കുറച്ച് ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ, അത് കഴിഞ്ഞിട്ട് വന്നോളാം എന്ന് പറഞ്ഞു. അപ്പം നേരത്തെ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങി. സുറുമിയെ 11 മണിക്ക് വെളിയിൽ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ICUന്ന് ഇറക്കിയപ്പോഴേക്കും 12:30 സമയമായി കേട്ടോ. അങ്ങനെ വൈകി. അങ്ങനെ അവളെ കൂടെ ഞാനും ഷിജു, മിന്നു, അമ്മ, ഇക്ക ഞങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവളെ റൂമിലോട്ട് മാറ്റി. സുറുമിയെ കണ്ടപ്പോഴേക്കും മിന്നുവിന് ഒത്തിരി സന്തോഷമായി കേട്ടോ. അവളെ അടുത്ത് ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നുണ്ടായിരുന്നു. സുറുമിയെ റൂമിലേക്ക് മാറ്റിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെ NICUന്ന് ഞങ്ങൾക്ക് തന്നത്. കുഞ്ഞിനെ NICUന്ന് നമ്മൾ വാങ്ങുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഞാനായിരുന്നു കുഞ്ഞിനെ വാങ്ങിയത്. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതാണ് NICUന്ന് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ കുഞ്ഞിൻ്റെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തായിരുന്നത്. അങ്ങനെ റൂമിൽ വന്നിട്ട് കുഞ്ഞിനെ ബെഡിലൊക്കെ കിടത്തി അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. സുറുമിയും കുഞ്ഞും വരുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ റൂമൊക്കെ ഡെക്കറേഷൻ ചെയ്തിരുന്നു. കുറച്ച് ബലൂണൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബലൂണൊക്കെ അഴിച്ചു മാറ്റി. കാരണം ബലൂണ് പൊട്ടുന്ന സൗണ്ട് കേട്ട് കുഞ്ഞങ്ങാണ്ട് പേടിച്ചാലോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അഴിച്ചു മാറ്റിയപ്പോഴേക്കും മോസിനും മാമയ്ക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇക്കങ്ങനെ റൂമിലോട്ട് കയറി വന്ന് കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം മിന്നു എന്തൊക്കെ ഇക്കാനോട് സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുറുമിക്ക് വേണ്ടിയിട്ട് ഞാനും ഇക്കയും ചെറിയൊരു സർപ്രൈസ് കൊടുത്തു കേട്ടോ. ഒരു കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സുറുമി റൂമിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അങ്ങനെ കേക്ക് കിട്ടി. അങ്ങനെ സുറുമിയും മിന്നും കൂടെ കേക്ക് കട്ട് ചെയ്യുന്ന തിരക്കിലാണ്. സുറുമി അവൾക്ക് കൊടുത്ത സർപ്രൈസ് കണ്ടിട്ട് വളരെയധികം അവൾ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ കേക്കൊക്കെ മിന്നു ഷിജുവിൻ്റെ വായിലോട്ടും അതേപോലെ ഷിജു സുറുമിൻ്റെ വായിലോട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ പീസ് കേക്ക് നമുക്ക് കൊടുക്കാം. അങ്ങനെ റൂമിൽ കൂടിയവർക്ക് കേക്ക് കൊടുത്തു. അതേപോലെ കുഞ്ഞിനെ സുറുമിനെയും കാണാൻ വന്നവർക്കൊക്കെ കൊടുത്തു. പിന്നെ നേഴ്സുമാർക്കൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. ഈ ഒരു ബോക്സ് കുഞ്ഞിന് ഹോസ്പിറ്റലിന് ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം, അതിനകത്ത് എന്താ ഉള്ളതെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് പാമ്പേഴ്സായിരുന്നു കേട്ടോ. കുഞ്ഞിന് ഉപയോഗിക്കാനുള്ള പാമ്പേഴ്സായിരുന്നു. അങ്ങനെ 2 പാക്കറ്റ് പാമ്പേഴ്സ് കിട്ടി കുഞ്ഞിന്. ഈ ഒരു പൊതി മാമി സുറുമിക്ക് വേണ്ടി 3ാമത്തെ ദിവസം ഹോസ്പിറ്റലിലോട്ട് സ്പെഷ്യലാക്കി ഉണ്ടാക്കി കൊണ്ടുവന്ന പൊതിച്ചോറായിരുന്നു കേട്ടോ. അതിന് ചോറൊക്കെ നല്ലപോലെ മാമി വേവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസമല്ലേ, അപ്പോൾ അവൾക്ക് നല്ല വേവുള്ള ചോറ് വേണ്ടേ കൊടുക്കാൻ. അപ്പോൾ മാമി നല്ലപോലെ വേവിച്ചിട്ടുണ്ടായിരുന്നു. മീൻ വറുത്തുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, മുട്ട വറുത്തതുണ്ടായിരുന്നു, മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. ഇത്ര മാമി കൊണ്ടുവന്നിട്ട് സുറുമി കഴിക്കാൻ വേണ്ടി വിളമ്പുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ രാവിലെ എണീച്ച് തയ്യാറാക്കിയ വെള്ളച്ചോറാണ് കേട്ടോ. വെള്ളച്ചോറും മീൻ വറുത്തതുണ്ട്, പിന്നെ പച്ചക്കറിയുണ്ട്, കോവയ്ക്ക മെഴുക്ക് വരട്ടിയുണ്ട്. അപ്പോൾ അമ്മാക്കും ഷിജുവിനും വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ്. അവർക്ക് രാവിലെ രാത്രിക്കും കഴിക്കാനുള്ള ചോറ് ഞാൻ കൊണ്ടുപോകും. കൂട്ടത്തിൽ ഞാനും ഇക്കയും മാമയും കൂടെ കഴിക്കും. ഇവിടെ വീട്ടിൽ ചോറ് വെച്ചാലൊന്നും ചോറും കറിയൊന്നും വെക്കത്തില്ല. അതെല്ലാം മുഴുവനായിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഞങ്ങൾ കഴിച്ചിട്ട് വരലാണ് പതിവ്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.